മമതാ ബാനർജി വർഗീയവാദിയാണ്. ഇന്ന് 2022 മുതൽ എനിക്ക് ഒരേ ഒരു അജണ്ടയാണുള്ളത്: മമതയെ ഓടിക്കുക, ബംഗാളിനെ രക്ഷിക്കുക. ഇത്തവണ ബംഗാൾ ചുട്ട മറുപടി നൽകും. 2016 3 മാത്രം, 2021 77, ഇപ്പോൾ 177+. സോനാർ ബംഗ്ലയെ രക്ഷിക്കാനുള്ള പോരാട്ടം മോദിജിയാണ് ഗ്യാരണ്ടർ. BJP വരുന്നു വരുന്നു വരുന്നു. ബംഗാളിനെ കുറിച്ചുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഞാൻ പറഞ്ഞത് കേട്ടോ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും സമാധാനത്തോടെയാണ് കഴിയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് മറ്റ് പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും. പക്ഷെ നിങ്ങൾ നുഴഞ്ഞുകയറ്റവും ധ്രുവീകരണവുമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതാണ് എല്ലാവരും പറയുന്നത്. എന്തിനാണ് അവർ ധ്രുവീകരണം, ഹിന്ദു മുസ്ലിം എന്നൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അത് ബംഗാളിന് എതിരാണ്. മമതാ ബാനർജി ധ്രുവീകരിക്കാൻ ശ്രമിക്കുക, അവർ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മമതാ ബാനർജി വർഗീയവാദിയാണ്. അവരുടെ അജണ്ട വർഗീയമാണ്. അവരുടെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്ക് ഏകീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങളല്ല. പക്ഷേ ഇടയ്ക്കിടെ ഭുഷ്പിദിയ റാഫി വരുന്നുണ്ട്. അതൊരു യഥാർത്ഥ പ്രശ്നമാണ്. പക്ഷേ അതൊരു മുസ്ലിം വിരുദ്ധ ആരോപണമാണ്. അല്ല, ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ്. അവർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. ഞങ്ങൾ എതിർക്കുന്നത് ഇന്ത്യക്കാരല്ലാത്ത മുസ്ലിങ്ങളെയാണ്, നുഴഞ്ഞുകയറ്റക്കാരെ, പ്രത്യേകിച്ച് റോഹിംഗ്യൻ ബംഗ്ലാദേശി മുസ്ലിങ്ങളെ. ഞങ്ങളുടെ അതിർത്തിയിൽ 600 കിലോമീറ്റർ വേലിയില്ല. പക്ഷേ അവർ മമതാ ബാനർജിയുടെ സർക്കാർ MHAക്ക് ആവശ്യമായ നീളം നൽകുന്നില്ല. അവർ മുസ്ലിങ്ങളെ ഏകീകരിക്കുകയാണ്. നിങ്ങൾ ഹിന്ദു വോട്ട് ഏകീകരിക്കുകയാണോ? അതൊരു വൈസ് വേഴ്സയാണ്. ഞങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നത്, ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയല്ല. എന്നാൽ ഇവിടെ മമതാ ബാനർജിയുടെ സർക്കാർ, പ്രത്യേകിച്ച് അവരുടെ പോലീസ്, ഹിന്ദുക്കളെ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നു. ദുർഗാപൂജയ്ക്കും കാളി പൂജയ്ക്കും എല്ലാവരും വലിയ അനുമതിക്കായി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അതിനെ എതിർത്തു. എന്തുകൊണ്ട്? ഒരു രാമനവമി ഘോഷയാത്ര എല്ലാ തവണയും അക്രമികളിൽ നിന്ന് കല്ലേറുണ്ടാകുന്നു. പോലീസ് നിശബ്ദരാണ്, അവരുടെ അധികാരം ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ ബെൽഡംഗ സംഭവത്തിൽ മമതാ ബാനർജി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അവർ എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ എതിർക്കുന്നില്ല. എങ്ങനെയുള്ള വാക്യങ്ങളാണ് അവർ ഉപയോഗിച്ചത്? 90 ലക്ഷം വോട്ടർമാരെ വിലക്കുകയോ? നിങ്ങൾക്കറിയാമോ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്കറിയാമോ തടയുകയോ ചെയ്തിരിക്കുന്നു? ഇതൊരു അനീതിയാണെന്നും ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്കറിയാമോ പ്രധാന പ്രതിപക്ഷ പാർട്ടി TMC പ്രധാന ഭരണകക്ഷിക്ക് വിശ്വാസമില്ലെന്നും നിങ്ങൾ കരുതുന്നില്ലേ? 90 ലക്ഷം വോട്ടർമാർ. ഇപ്പോൾ ഞാൻ അവരുടെ എണ്ണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ ഇലക്ഷൻ കമ്മീഷനെയും SIR പ്രക്രിയയെയും പിന്തുണയ്ക്കും. കാരണം മരിച്ച വോട്ടർമാർ, വ്യാജ വോട്ടർമാർ, ഇരട്ട 3 ഇരട്ടി എൻട്രിയുള്ള വോട്ടർമാർ, ഇന്ത്യൻ പൗരന്മാരല്ലാത്ത വോട്ടർമാർ എന്നിവരുടെ പേരുകൾ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണം. ഇന്ത്യക്കാരനെ രക്ഷിക്കാനും ഭരണഘടനയെ സംരക്ഷിക്കാനും ഇത് ഞങ്ങളുടെ നിർബന്ധിത കീഴ്വഴക്കമാണ്. കൂടാതെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ആദ്യത്തേതും പ്രധാനവുമായ മാനദണ്ഡം ഒരു പുതിയ വോട്ടർ പട്ടികയാണ്. നുഴഞ്ഞുകയറ്റക്കാർ TMCയെ പിന്തുണയ്ക്കുന്നുവെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ നിങ്ങളൊരു നുഴഞ്ഞുകയറ്റക്കാരുടെ പാർട്ടിയാണെന്നാണ് മമതാജി പറയുന്നത്. തെരഞ്ഞെടുപ്പുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ ബംഗാളിലേക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ബംഗാളിൽ പെടാത്ത ഒരു ഹിന്ദു പാർട്ടിയാണ്. ഇതൊരു വളരെ ഇടുങ്ങിയ രാഷ്ട്രീയമാണ്, വിഭാഗീയ രാഷ്ട്രീയമാണ്. മമതാ ബാനർജി എപ്പോഴും സനാതനികളെ ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളാണെന്നോ അവർ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണെന്നോ അവർ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. ബിഹാരികൾ ബഹാരികളാണ്, ഗുജറാത്തികൾ ബഹാരികളാണ്, മറാഠികൾ ബഹാരികളാണ്, UPക്കാർ ബഹാരികളാണ്, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ റോഹിംഗ്യകളും ദാമാദാണ്. ഇത്തവണ
ബംഗാൾ ചുട്ട മറുപടി നൽകും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ശക്തമായ വാദങ്ങളിലൊന്ന് ഞങ്ങൾ ബംഗാളിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്നതാണ്. അവർ പരാജയപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ മോശമാണ് തുടങ്ങിയവ. എന്നാൽ പ്രശ്നം എന്തെന്നാൽ വിശകലന വിദഗ്ധർ പറയുന്നത് BJP ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ബീഹാർ മുതൽ UP, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ വരെ, അവയിലെല്ലാം വരുമാനം ബംഗാളിനേക്കാൾ കുറവാണ്. ഈ സംസ്ഥാനങ്ങളിലൊന്നും നിങ്ങളുടെ ഡബിൾ എഞ്ചിൻ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബംഗാളിനെ മെച്ചപ്പെടുത്താൻ പോകുന്നത്? സുഗമമായി തൃപ്തികരമായി പ്രവർത്തിക്കുന്നു. അവരുടെ ബംഗാൾ വരുമാനം കുറവാണ്. ഞാൻ നിങ്ങളുടെ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഇവിടെ ബംഗാളിൽ ഏകദേശം 1 കോടി കുടിയേറ്റ തൊഴിലാളികൾ. അവർ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ കൂടാതെ മറ്റ് BJPയും ഇന്ത്യയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നു. അവർ അവിടെ സമ്പാദിക്കുകയും ഇവിടേക്ക് പണം അയക്കുകയും ചെയ്യുന്നു. അല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ സർക്കാരിൻ്റെ സ്ഥിതിവിവര കണക്കുകളാണ്. അല്ലല്ല, ഞാൻ അവരുടെ സ്ഥിതിവിവര കണക്കുകളിലേക്ക് പോകുന്നില്ല. ഞാൻ കാണുന്ന, എനിക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മണ്ഡലമായ നന്ദിഗ്രാമിൽ 30,000 കുടിയേറ്റ തൊഴിലാളികളുണ്ട്. മഹാരാഷ്ട്രയിൽ 7,000, ഒഡീഷയിൽ 2,000, ഗുജറാത്തിൽ 4,000. അവരവിടെ സമ്പാദിക്കുകയും ഇവിടേക്ക് പണം അയക്കുകയും ചെയ്യുന്നു. 2.5 കോടി 15 ലക്ഷം തൊഴിൽ രഹിതരായ യുവാക്കൾ. മമതാ ബാനർജി 51 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ അടച്ചുപൂട്ടി. അവരുടെ ഭരണകാലത്ത് ടാറ്റ ഉൾപ്പെടെ 6,888 വ്യവസായങ്ങൾ ബംഗാൾ വിട്ടുപോയി. ഇതൊരു ദുരന്തമാണ്. നിങ്ങൾ ദയവായി ഒരു സർക്കാർ സ്കൂളിൽ പോകൂ. 1 ടീച്ചർ, 2 ടീച്ചർ ഇല്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 90,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. നിങ്ങളുടെ സർക്കാരിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ തെറ്റാണ്. നിങ്ങളുടെ സർക്കാരിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ അല്ലല്ല, ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. ഇന്ത്യക്കാരനായ ഓരോ വ്യക്തിക്കും വോട്ട് ചെയ്യാൻ അനുവദിക്കണം, അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു SIR നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തെ ഏർപ്പാടുകൾ ഉണ്ടാകാതിരിക്കാനായി കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ അത് അനുവദിക്കാതിരുന്നത്? എനിക്ക് SIRനോട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത്. പൗരന്മാർ മാത്രം പിന്തുണയ്ക്കുന്നു. 2004 വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതിനു മുമ്പ് 2002 SIR അപ്പോൾ എന്തുകൊണ്ട് അത് 24 നടത്തിക്കൂടാ? നടന്നു. കൂടാതെ ECI 2003 ജനുവരി 1 ഒരു പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. മമതാ ബാനർജി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അവരുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റു. അവർ വ്യക്തിപരമായി സൗത്ത് കൽക്കട്ടയിൽ 1 സീറ്റിൽ വിജയിച്ചു. ഇത് പുതിയതല്ല. SIRും സെൻസസും നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഒരു തുടർ പ്രക്രിയയാണ്. പക്ഷേ 20ലെയും 24ലെയും തെരഞ്ഞെടുപ്പിന് ശേഷം അത് ചെയ്തില്ല. അത് ചെയ്യാമായിരുന്നു, അല്ലേ? ഇല്ല, അതൊരു മമതാ ബാനർജി കാര്യമാണ്. ഇവിടെ ബംഗാളിൽ 6 മാസം നീണ്ട കാലയളവാണ്. ബീഹാറിൽ വെറും 45 ദിവസത്തിനുള്ളിൽ എല്ലാം അവസാനിച്ചു. RJD കോൺഗ്രസ് എതിർത്തു സാർ. പക്ഷെ അവസാനം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അവർ ആ പോരാട്ടത്തിൽ തോറ്റു. 2019 നോക്കൂ, പാണിഹട്ടിയിൽ മരണത്തിനിരയായ ആർഗിക്കിന്റെ അമ്മ, അവർ BJPയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഹിംഗൽഗഞ്ചിൽ ശ്രീമതി രേഖ BJPയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അവർ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കംദൂനി കേസിലെ തുമ്പ BJPയിൽ ചേർന്നു. ഓരോ സ്ത്രീയും അവർ സുരക്ഷിതത്വവും സുരക്ഷയും ആഗ്രഹിക്കുന്നു. നമ്മുടെ വാത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ദുർഗാപൂർ മെഡിക്കൽ കോളേജിൽ ആ സംഭവം നടന്നപ്പോൾ കൂട്ടബലാത്സംഗം, അവർ തന്നെ പറഞ്ഞു, വൈകുന്നേരത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. ഇതൊരു വളരെ നല്ല കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് സ്ത്രീകളുടെ വോട്ടുകളിൽ ശരിക്കും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ
നിങ്ങൾ കൂടുതൽ നൽകുമായിരുന്നില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഏകദേശം 20 പേരുണ്ട്. അവർക്ക് 50-ലധികം വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾക്ക് സീറ്റുകൾ നൽകുന്നില്ല? ദയവായി കാത്തിരിക്കൂ. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ പാർലമെന്റിൽ ഒരു വലിയ തീരുമാനമുണ്ടാകും. വനിതാ സംവരണം. 1996 മുതൽ എല്ലാവരും പാർലമെന്റിലും അസംബ്ലിയിലും വനിതാ സംവരണത്തിന് വേണ്ടി മുറവിളി കൂട്ടി. നരേന്ദ്രമോദി മാത്രമാണ് സ്ത്രീകൾക്ക് അനുകൂലമായി ചെയ്യുന്നത്. 2021 നിങ്ങൾ നന്നായി ചെയ്തില്ല. 2021 മുതൽ ഇന്നുവരെ 21 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആ 21 ഉപതെരഞ്ഞെടുപ്പുകളിലും തോറ്റു. ഇവിടെ എന്തുകൊണ്ട്? ഇവിടെയാണ് അത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലേ? അട്ടിമറി 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 പൂർണ്ണമായി പോലീസ് കേഡർമാരാണ്. ഐപാക് കൃത്രിമം കാണിക്കുകയാണ്. കൂടാതെ മമതാ ബാനർജി തൻ്റെ സംവിധാനങ്ങളെ വളരെ മോശമായി ഉപയോഗിച്ചു. ദയവായി മെയ് 4 വരെ കാത്തിരിക്കും. വൻ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരും. 2016 3 മാത്രം. 2021 77. ഇപ്പോൾ 177 പ്ലസ്. അട 177 പ്ലസ്. അതെ, വ്യക്തമായി. ഇത് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? കാരണം ഞങ്ങൾ പ്രചാരകരുടെ ലിസ്റ്റ് കണ്ടു. അതിൽ താങ്കളെക്കാൾ എത്രയോ മുകളിലാണ് ലിയാൻഡർ പേസ്. എൻ്റെ 2011 അജണ്ടയായിരുന്നു CPM-നെ ഓടിക്കുക, ബംഗാളിനെ രക്ഷിക്കുക. ഇന്ന് 2022 മുതൽ എനിക്ക് ഒരേ ഒരു അജണ്ടയാണുള്ളത്: മമതയെ ഓടിക്കുക, ബംഗാളിനെ രക്ഷിക്കുക. എനിക്ക് വ്യക്തിപരമായ അജണ്ടകളൊന്നുമില്ല. പാർട്ടി പറഞ്ഞു നന്ദിഗ്രാമിൽ മത്സരിക്കാൻ. 65,000 മുസൽമാന്മാരെല്ലാം മമതയ്ക്ക് വോട്ട് ചെയ്തു. ഹിന്ദുക്കളാണ് എന്നെ ജയിപ്പിച്ചത്. എനിക്ക് വ്യക്തിപരമായ അജണ്ടയൊന്നുമില്ല. ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു BJP MLA തന്നെ മുഖ്യമന്ത്രിയാകും. BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. താങ്കളാണോ അടുത്ത മുഖ്യമന്ത്രി? ഇല്ലില്ല, ഞാൻ ഒരു കമന്റും പറയുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് അടുത്ത BJP ഒരു കൂട്ടുകുടുംബമാണ്. മമതാ ബാനർജിയുടെ ഭരണത്തെ തുടച്ചു നീക്കാനാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അവരെ പുറത്താക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക അജണ്ട. ബംഗാളിനെ നശിപ്പിച്ചു. ഈ രാജ്യത്തിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം ഇല്ലാതാക്കി. താങ്കൾ രാജ്യത്തെ ധ്രുവീകരിക്കാനായി പ്രവർത്തിക്കുകയാണെന്ന് അവർ പറയുന്നു. താങ്കൾ ബംഗാളിനെ ധ്രുവീകരിക്കുന്നു, വിഭജിക്കുന്നു. തെറ്റ് തെറ്റ് തെറ്റി. ആ കാരണം കൊണ്ട് ഡൽഹിയിലെ വിജയം 27 വർഷത്തിന് ശേഷം നമ്മുടേതാണ്. മഹാരാഷ്ട്രയിലെ വിജയം നമ്മുടേതാണ്. ഹരിയാനയിൽ എല്ലാവരുടെയും വിലയിരുത്തൽ അവസാനിപ്പിച്ച് BJP വന്നു. ബീഹാറിൽ ഇത്തവണ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ? 2024 നമ്മുടെ കലിംഗ വിജയമാണ്. ജയ് ജഗന്നാഥ്. 2025 ജയ് സീതാമയ്യ. അങ്കയെ കീഴടക്കി. ബാക്കിയുള്ളത് ബംഗാളാണ്. ഇത്തവണ അത് സംഭവിക്കും. ജയ് മഹാകാളി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ക ബംഗ കലിംഗ. പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്രം ബംഗാളിന് അതിൻ്റെ ഫണ്ടുകൾ നൽകാത്തത്? നിങ്ങൾ 1 ലക്ഷം കോടി തടഞ്ഞു വെക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ദയവായി 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 ഞാൻ നിങ്ങൾക്ക് ഡാറ്റ തരാം. എൻ്റെ കയ്യിലും ഡാറ്റയുണ്ട്. നല്ലത്. 2004 മുതൽ 2014 വരെ UPA 1, UPA 2 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് 2,65,000 കോടി നൽകി. 2014 മുതൽ 26-31 മാർച്ച് വരെ നരേന്ദ്രമോദിജി സർക്കാർ പശ്ചിമ ബംഗാളിന് 10 ലക്ഷം കോടി നൽകി. നിങ്ങൾ 11 ലക്ഷം കോടി നൽകേണ്ടതായിരുന്നു. നിങ്ങൾ 10 ലക്ഷം, 1 ലക്ഷം കോടി കുറച്ചാണ് നൽകിയത്. എന്തുകൊണ്ട്? അതെല്ലാം നിങ്ങളുടെ ഡാറ്റയിലുണ്ട്. ഇല്ല 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 അല്ല, ആ അധികമുള്ള 1 ലക്ഷം പിന്നീട് കിട്ടും. അല്ല, ചോദ്യം ഉദിക്കുന്നില്ല. എത്ര തന്നെയായി. ഇപ്പോൾ കരുതുക, GST ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമുണ്ട്. അതിനുശേഷവും നിർമ്മല സീതാരാമൻജി 90% ഫണ്ട് അനുവദിച്ചു. മമതാ ബാനർജിയോട് പോയി സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നിർത്താൻ പറയൂ. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ പേര് ബംഗ്ലാ ഗ്രാം സഡക് എന്നല്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേര് ബംഗ്ലാ കി ബാടി എന്നല്ല. ജൽ ജീവൻ മിഷന്റെ പേര് ജൽ സ്വപ്ന എന്നല്ല. പ്രധാനമന്ത്രി അന്ന സുരക്ഷയുടെ പേര് ഖാദ്യസാധി എന്നല്ല. സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നിർത്താൻ പറയൂ.
എല്ലാം ശരിയാവും. ഒരു കാര്യം പറയൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ വിഭജിക്കുകയില്ല നമ്മുടെ സോനാർ ബംഗ്ല. സോനാർ ബംഗ്ല രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മോദിജി ഗ്യാരണ്ടോറാണ്. BJP വരുന്നു വരുന്നു വരുന്നു. ബംഗാൾ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. മമതാ ബാനർജിയുടെ കാലത്ത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രം കത്തിക്കപ്പെട്ടു. ഞങ്ങൾ ഈ ബംഗാളിനെ രക്ഷിക്കും. ബംഗാളിലെ പ്രേതങ്ങളുടെ പാർട്ടിയാണ്. പഞ്ചാബിൽ താമസിക്കുന്നയാൾ ബംഗ്ല പാർട്ടി, യെസ്. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിക്ക് പൂക്കൾ നൽകിയില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ BJPക്ക് ഒരു പരിപാടിയുമില്ല. നാനാ ഭാഷ, നാനാ മതം, നാനാ വേഷം. ഭാര്യമാർക്കിടയിൽ കാണൂ മഹത്തായ ഒത്തുചേരൽ. ഇതാണ് നമ്മുടെ ഇന്ത്യ. അവർക്ക് വലിയ ബംഗ്ലാദേശ് വേണം. അവർക്ക് വലിയ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകണം. അവർക്ക് ജമാഅത്ത് മോഡൽ വേണം. ഞങ്ങൾക്ക് ഇന്ത്യൻ മോഡൽ വേണം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യം നമ്മുടേതാണ്. രാജ്യം നമ്മുടേതാണ്. വളരെ നന്ദി.